പാലക്കാട് യാക്കരപ്പുഴ പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ ധനസഹായം അനുവദിച്ചു. 15 അപേക്ഷകരിൽ 11 പേർക്കായി 45,000 രൂപയാണ് അനുവദിച്ചത്. പട്ടികവർഗ വകുപ്പാണ് വിദ്യാർത്ഥികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചത്. KSEB ജീവനക്കാർ കാർഡ് വെട്ടുമ്പോഴാണ് അപേക്ഷകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ആ 15 അപേക്ഷകളിൽ 11 അപേക്ഷകളിൽ തീരുമാനമായിരിക്കുന്നു. അവർക്കുള്ള ധനസഹായം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ആരാണ് ഈ കാട്ടിൽ ഇത് ഉപേക്ഷിച്ചത് എന്നത് കണ്ടെത്തിയോ? സ്മൃതി, ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പട്ടികവർഗ വകുപ്പ് നടത്തിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് യാക്കര പുഴപ്പാലത്തിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഈ പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ അതും വിദ്യാഭ്യാസ ധനസഹായത്തിന് വേണ്ടി സമർപ്പിച്ച അപേക്ഷകൾ ഇത്തരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. KSEB ജീവനക്കാരാണ് കാർഡ് വെട്ടുന്നതിനിടയിൽ ഈ അപേക്ഷകൾ കണ്ടെത്തുകയും പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് കൈമാറുകയും ചെയ്തത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ഒരു ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ രംഗത്തേക്ക് എത്തുകയും ചെയ്ത സാഹചര്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പട്ടികവർഗ വകുപ്പ് ഈ വിദ്യാർത്ഥികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 15 അപേക്ഷകരിൽ 11 വിദ്യാർത്ഥികൾക്കായി 45,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. SSLC+2 പരീക്ഷകളിൽ ലഭിച്ച ഗ്രേഡ് അനുസരിച്ചുള്ള തുക അടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നുള്ളതാണ് പട്ടികവർഗ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിലെ ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ പട്ടികവർഗ വകുപ്പ് ആ വിദ്യാർത്ഥികൾക്ക് അർഹമായിട്ടുള്ള ധനസഹായം ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ആരാണ് ഈ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.